നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോടതിയെ സമീപിച്ച ദമ്പതികൾക്ക് നിരാശ. സറോഗസി നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധിയിൽ ഇളവ് നൽകാനാകില്ല എന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. ഭർത്താവിന്റെ പ്രായം 57 ആയതിനാൽ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ദമ്പതികൾ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് എം. സ്നേഹലത തള്ളി. വാടക ഗർഭധാരണത്തിന് തയ്യാറാകുന്ന അമ്മയുടെയും ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെയും ആരോഗ്യവും ക്ഷേമവും മുൻനിർത്തിയാണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സുരക്ഷിതമായ ഗർഭധാരണം, കുട്ടിയുടെ സുരക്ഷിതമായ ജനനം ഉറപ്പാക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം. 2021 വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി ഭർത്താവിന് 26 വയസ്സ് മുതൽ 55 വയസ്സ് വരെയും ഭാര്യയ്ക്ക് 23 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുമാണ്. ഹർജിക്കാരുടെ കാര്യത്തിൽ ഭർത്താവിന് 57 വയസ്സായതിനാൽ പ്രവേശനാനുമതി ലഭിക്കാതിരുന്നത്. ഈ പ്രായപരിധി മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചില്ല. ജനിക്കുന്ന കുട്ടിയുടെ ഭാവി സംരക്ഷിക്കാനാണ് നിയമം മുൻഗണന നൽകുന്നതെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കി. പ്രായപരിധി പോലുള്ള നിയമങ്ങൾ ഒരാളുടെ ആഗ്രഹത്തെ തടയാനല്ല, ജനിക്കുന്ന കുഞ്ഞിന്റെ ഭാവിയും ആരോഗ്യവും സുരക്ഷിതമാക്കാനാണ്. മാതാപിതാക്കളുടെ ആരോഗ്യവും കുട്ടിക്ക് ലഭിക്കേണ്ട പരിചരണവും സമൂഹത്തിന്റെ ഉത്തരവാദിത്വവുമെല്ലാം പരിഗണിച്ചാണ് കോടതി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. വ്യക്തിപരമായ വികാരങ്ങൾ മനസ്സിലുണ്ടാകുമ്പോഴും കുട്ടിയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഹൈക്കോടതി നിലപാട് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരള ഹൈക്കോടതി സറോഗസി നിയമത്തിലെ പ്രായപരിധി ശാസ്ത്രീയവും യുക്തിസഹവുമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു.